ഹായ് ഗൈസ്, കൈസർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഡീപ്പ് ഇൻ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള എയർഡ്രോപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് മൈനിങ് നടത്തിക്കൊണ്ടാണ് ഈ ഒരു എയർഡ്രോപ്പിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. സ്മാർട്ട് ഫോണിലാണ് ഈ ഒരു എയർഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ കിവി ബ്രൗസറോ അല്ലെങ്കിൽ മിസസ് ബ്രൗസറോ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ എങ്ങനെ ഈ ഒരു എയർഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എയർഡ്രോപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനലിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മുകളിലായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ താഴെ പാസ്വേഡും കൊടുത്ത് സൈനപ്പ് എന്ന് നൽകാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ കൺഫേം ഇമെയിൽ എന്ന് കൊടുക്കുക. സോ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതോടെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ പല കാര്യങ്ങൾ കാണാൻ പറ്റും. ടോട്ടൽ പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഇന്നത്തെ ഏർണിങ്സ്, അതുപോലെ റെഫറൽസ് റിവാർഡ് ഉണ്ട്. അതുപോലെ നോഡ് വർക്ക് ചെയ്തതിൻ്റെ ഡെയിലി ഗ്രാഫ് കാണാൻ സാധിക്കും, മന്ത്ലി ഗ്രാഫ്. സോ നമ്മളുടെ നോഡ് എവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു മാപ്പിൽ കാണിക്കും. മുകളിലുള്ള ഓപ്ഷനിൽ നിങ്ങൾ റിവാർഡ്സ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ യുവർ NFT ഓണർഷിപ്പ് എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിൻറ്റ്സിനെ ഡബിൾ ചെയ്യാൻ പറ്റും. അതായത് NFT ഇല്ലാതെ നമ്മൾ നേടുന്ന പോയിൻറ്റിൻ്റെ ഇരട്ടി ഈ ഒരു NFT മിൻ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. സോ അതിനായിട്ട് വെരിഫൈ യുവർ NFT ഓണർഷിപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് വാലറ്റുമായിട്ടാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ മെറ്റാമാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്യുന്നതിലൂടെ തന്നെ NFT ഓണർഷിപ്പ് വെരിഫൈ ആവുന്നതാണ്. അതിനുശേഷം വരുന്നത് റെഫറൽസ് റിവാർഡാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യാനും അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാനും സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് ലക്കി ഡ്രോ എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാനുള്ളൊരു ഭാഗം കാണാൻ പറ്റും. സോ ഇതിന് നിങ്ങൾ ടിക്കറ്റ് മേടിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിൻറ്റ്സ് ബേൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 10 USDT മുതൽ 1 USDT വരെയുള്ള ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ കൂടുതൽ പോയിൻറ്റ്സ് ലഭിക്കും. സോ ഭാഗ്യമല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. സോ 300 പോയിൻറ്റ്സ് ബേൺ ചെയ്യുന്നതിനാണ് ഒരു ടിക്കറ്റ് ലഭിക്കുന്നത്. സോ മുകളിലുള്ള ഓപ്ഷനിൽ വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ താഴെ മിഷൻസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഡെയിലി ചെക്കിങ്ങിനുള്ള മിഷൻസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡേക്ക് 10 പോയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 4 ഡേയ്സിന് 60 പോയിൻറ്റ്സും 7 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 120 പോയിൻറ്റ്സ് വരെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുണ്ട്. അതുപോലെ ഡിസ്കോഡുമായിട്ട് ലിങ്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അവരുടെ പോസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ 7 ഡേയ്സ് ചെക്കിങ് കംപ്ലീറ്റ് ചെയ്താൽ 50 പോയിൻറ്റ്സ്. അതുപോലെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് 1000 പോയിൻറ്റ്സ് റീച്ച് ചെയ്താൽ നമുക്ക് 50 പോയിൻറ്റ്സ് ഏറെ കിട്ടും എന്നാണ്. അതായത് അവരുടെ നോഡ് 5 മണിക്കൂറിൽ കൂടുതൽ ആക്റ്റീവായി ഇരുന്നാൽ അപ്പോഴും നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ലഭിക്കും. സോ അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ മിഷൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൈസർ എക്സ്റ്റൻഷന് 5 സ്റ്റാർ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൊടുക്കാനാണ്. സോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് താഴെ തന്നെ സ്റ്റാർസ് കാണിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് 5 സ്റ്റാർ കൊടുക്കാവുന്നതാണ്. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ബേൺ ടു സ്പിന്ന്, അതായത് സ്പിന്നിന് വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റ്സ് സ്പെൻഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 50 പോയിൻറ്റ്സ് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ എക്സ്റ്റൻഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് ചെയ്യണമെന്നില്ല. അതിനുശേഷം മുകളിലുള്ള ആഡ് ക്രോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. സോ ഇവിടെ നോഡ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എക്സ്റ്റൻഷന് 5 സ്റ്റാർ നൽകുന്നതിന് വേണ്ടി റൈറ്റ് എ റിവ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം.
സോ ഇവിടെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ടാകും. അവിടെ 5 സ്റ്റാർ കൊടുക്കുക. ശേഷം എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുക്കുക. ഗുഡ് എന്ന് കൊടുക്കുക. എന്ത് കൊടുക്കാം, പോസ്റ്റ് കൊടുക്കുക. സോ ഇതോടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ എക്സ്റ്റൻഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൈസർ 0 നോഡ് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സോ ഇവിടെ മൈനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വരുന്ന പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റെഫറൽസ് എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. സോ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. സോ മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.